ഈ സാഹചര്യത്തിൽ ഇപ്പം നിങ്ങൾ സന്തോഷാചാര്യ മനോരഞ്ജൻ ചേട്ടൻ എന്ന് പറഞ്ഞല്ലോ, ഒരു 10 വർഷം 15 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ടെലിവിഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡാറ്റ അപ്പം ഇപ്പം ഈ വിക്കിപീഡിയ ഗൂഗിളിലൊക്കെ കുറേയൊക്കെ കിട്ടുമെങ്കിലും കുറച്ച് പേഴ്സണലൈസ്ഡ് ഡാറ്റകൾ ആവശ്യമുണ്ടായിരുന്ന ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ നമ്മൾ ആദ്യം ഇന്നത് എന്താ എന്നെ പറ്റിയാണോ ചോദിക്കുന്നത്? എന്നെ പറ്റിയാണെങ്കിൽ എന്നോട് ചോദിക്കണ്ട, ഞാനൊരു നമ്പർ അയച്ചു തരാം, അയാളോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. കാരണം ചേട്ടൻ എന്ന് പറയുന്ന ഒരാളെ ഇത്രയധികം അറിയാവുന്ന, ഇത്രയധികം ഒപ്പം നിൽക്കുന്ന, ചേട്ടൻ എന്ന് പറയുന്ന ആളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. എനിക്ക് തോന്നുന്നു ഒരു എത്രയോ വർഷം ഈ വാട്സപ്പൊക്കെ കണ്ടുപിടിച്ച സമയം തൊട്ട് ജേട്ടന്റെ പാട്ടുകൾ ഡെയിലി ഒരു 100 പേർക്കെങ്കിലും വാട്സപ്പിലും അയച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ജേട്ടന്റെ മലയാളം പാട്ടുകൾ മാത്രമല്ല, തമിഴ് പാട്ട്, കന്നഡ പാട്ട്, തെലുങ്ക് പാട്ട്, അപൂർവമായ. അത് മാത്രമല്ല, മനോരഞ്ജൻ ചേട്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ചേട്ടനെ കുറിച്ച് പുസ്തകം എഴുതിയ ആളാണ്. പി ജയചന്ദ്രൻ മലയാളത്തിന്റെ മധുചന്ദ്രിക, മാതൃഭൂമിയുടെ MT വാസുദേവൻ സാറാണ് ആമുഖം എഴുതിയത്. മനോരഞ്ജൻ ചേട്ടന്റെ മറ്റൊരു വലിയ പ്രത്യേകത, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. നേരത്തെ പറഞ്ഞ എല്ലാ വിശേഷങ്ങളുമുള്ള, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പി ജയചന്ദ്രൻ എന്ന ഗായകൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന ഒരാൾ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മനോരഞ്ജൻ. മനോരഞ്ജൻ ചേട്ടനെ കാണുമ്പോൾ എന്താ ഓർമ്മ വരികയെന്നറിയോ? എന്താണ്? ഒരുപാട് പ്രസംഗകര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഒരു മീറ്റിംഗ് സ്ഥലത്ത്. അവിടേക്ക് സുകുമാർ അഴീക്കോട് വന്നു കഴിഞ്ഞാൽ മറ്റ് പ്രസംഗകർക്കൊന്നും പിന്നെ പ്രസംഗിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാം സുകുമാർ അഴീക്കോട് പറയും. എന്ന് പറഞ്ഞ പോലെ ജയേട്ടനെ കുറിച്ച് മനോരഞ്ജൻ ചേട്ടൻ്റെ എന്താ പറയുക, മനോഹരൻ ചേട്ടൻ തന്നെയാണോ ജയേട്ടൻ എന്ന് പലപ്പോഴും തോന്നി. കാരണം ജയേട്ടനെ ഇത്രയ്ക്കധികം മനസ്സിലാക്കിയിട്ടുള്ള, ഇത്രയ്ക്കധികം കൂടെ നടന്നിട്ടുള്ള, ഇപ്പോഴും മനോഹരൻ ചേട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ടപ്പോൾ പറയായിരുന്നു, ഇത് വലിയൊരു ദുഃഖമാണ് ഈ സംസാരിക്കൽ, പക്ഷേ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ആര് സംസാരിക്കും എന്നതായിരുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ആത്മബന്ധത്തിന്റെ തുടക്കം എവിടെ നിന്നാണ്? അത് വളരെ രസകരമാണ്. ഒരു 66 യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് പുറത്തു വരുന്നത്. ഫസ്റ്റ് സോങ് കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞളെ മുങ്ങി തോർത്തിയാണ് ആദ്യമായിട്ട് പുറത്തു വരുന്നത്. പക്ഷേ അദ്ദേഹം 65 റെക്കോർഡ് ചെയ്ത് കുഞ്ഞാലി മരക്കാറിലെ ഒരു മുല്ലപ്പൂമാലയുമായി നീന്തി 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 വന്ന് അങ്ങനെ പാട്ടാണ് ആദ്യം റെക്കോർഡ് ചെയ്തത്. പ്രേമയുമായിട്ടുള്ള ഒരു ഗാനം 65. പക്ഷേ ആ കുഞ്ഞാലി മരക്കാർ ഇറങ്ങുന്നത് 67. അപ്പോൾ 66 ഈ മഞ്ഞളെ മുങ്ങി തോർത്തി ഇറങ്ങുമ്പോൾ അതിൻ്റെ ഹമ്മിങ് ആദ്യം കേട്ട് ആ ശബ്ദത്തിൽ ശരിക്കും ആകർഷനായിട്ട്, ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ട് ഇങ്ങനെ കേട്ടിരിക്കുന്ന സമയത്താണ് ഈ ശബ്ദം വരുന്നത്, വ്യത്യസ്തമായ ശബ്ദം. അതിഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഇങ്ങനെ അനുഭവിച്ചു. 67 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗാനമേള കൊല്ലം ഫാത്തിമ കോളേജിൽ. നേരത്തെ നമ്മുടെ വാര്യർ പാടിയ പോലെ ശ്രീ ശബരീശ അത് പാടിയാണ് തുടങ്ങിയത്. 66 ജയവിജയ എഴുതി സംഗീതം നൽകുക അദ്ദേഹം പാടിയ ആദ്യത്തെ ഭക്തി ഗാനമാണത്. അതാണ് ഗാനമേളയ്ക്ക് ആദ്യമായിട്ട് പാടുന്നത് 1967 കൊല്ലം ഫാത്തിമ കോളേജിൽ. അതിനുശേഷം മിക്കവാറും അദ്ദേഹത്തിന് ഗാനമേളകളിൽ ഇൻഡിവിജ്വൽ നടത്തുന്ന ഗാനമേളയിലെല്ലാം ഫസ്റ്റ് സോങ് അത് തന്നെയായിരിക്കും. കൊട്ടാരക്കര അതിൻ്റെ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. ഗണപതിക്ഷേത്രത്തിൽ പാടിയതിന് ആദ്യം ശ്രീ ശബരീശ പാടിയിട്ട് വിഘ്നേശ്വരൻ പാടി അവിടുത്തെ ആൾക്കാർ ബഹളം ഉണ്ടാക്കി, എന്തിനാണ് ഗണപതി ആദ്യം പാടാത്തതെന്ന് വെച്ചത്. അപ്പോൾ അതാണ് എൻ്റെ ഇത്. എന്നിട്ട് 68 തിരുവനന്തപുരത്ത് ഒരു ഗാനമേള വന്നു, ഒരു കാവിൽക്കടവ് അമ്പലത്തിൽ. ഇപ്പം ഞങ്ങൾ നാട്ടിലുള്ള എല്ലാവരും കൂടി, ഞങ്ങൾ സുഹൃത്തുക്കൾ കൂടി പോയി കേട്ടു. അങ്ങനെ ആദ്യത്തെ ഗാനമേള കേൾക്കുന്നു. പിന്നെ ഒരു 150-200ഓളം ഗാനമേളകൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല സ്ഥലങ്ങൾ. കോഴിക്കോട് 69 ഒന്ന് കേട്ടിട്ടുണ്ട്. MSV സാറ് കോഴിക്കോട് ഒരു ഗാനമേള നടത്തിയപ്പോഴത്തേക്ക് അന്ന് സംഗീത സംവിധായകൻ രഘുകുമാറിൻ്റെ അമ്മയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇദ്ദേഹത്തെ കൂടെ പാട്ട് പാടിച്ചു MSVയുടെ ഗാനമേളയിൽ. യേശുദാസ് സാറിൻ്റെ കാറ്റടിച്ച് ഓടും കാറ്റടിച്ച പാട്ടാണ് അദ്ദേഹം പാടി. ആ ഗാനമേള വരെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പോയി 94 അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം വന്നു വെള്ളി നക്ഷത്രം വാരികയിൽ, മാസികയിൽ. അപ്പോൾ ആൾ ചോദിക്കുന്നു, അത് താങ്കളുടെ ആരാധനയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നു.
പറഞ്ഞു എനിക്ക് ആരാധകരില്ല, എല്ലാം എൻ്റെ ബന്ധുക്കളാണ്, ഈ പ്രദീപിനെ തന്നെ നോക്കൂ എന്ന് പറയുന്നു. അപ്പോൾ പ്രദീപ് എന്നൊരു വിദ്വാൻ തിരുവനന്തപുരത്തുണ്ട്, നമ്മൾ അടുത്ത് തന്നെ, പൂജപ്പുറക്കാരൻ. അപ്പോൾ അദ്ദേഹം 92 അദ്ദേഹമായിട്ട് ബന്ധം സ്ഥാപിച്ച് കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഇൻലൻഡ് വായിച്ച് എഴുതി അദ്ദേഹത്തിന് കത്തുകളയക്കും, തിരിച്ച് മറുപടി അയക്കും. അങ്ങനെ നെയ്യാറ്റിൻകര ക്ഷേത്രത്തിൽ അദ്ദേഹം പാടാൻ വന്നപ്പോൾ നേരിട്ട് പോയി ബന്ധപ്പെട്ടു, അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ 2 വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് മനസ്സിലാക്കുന്നു, പോയി കണ്ടു. അപ്പോൾ 95 എം ജയചന്ദ്രൻ്റെ സ്മൃതിയിൽ ചിറകിലേറി എന്ന ഗാനത്തിന് റെക്കോർഡിങ്ങിന് തരങ്കിണി വരുന്നു. പ്രദീപ് എന്നെയും കൂട്ടി അവിടെ ചെല്ലുന്നു. അപ്പോൾ സാധാരണ എല്ലാവരും പറയുമ്പോൾ എന്നെ വന്നു കണ്ടു, പറഞ്ഞു ചേട്ടാ എന്നെ പ്രദീപ് മാഷ് എന്ന് വിളിക്കുക, മനോരമ മാഷ് ചേട്ടൻ്റെ ആരാധകനാണ്. ആണോ, ശരി കാണാം, അത്രയല്ലേ, പോയി. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം അദ്ദേഹം പ്രദീപിൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാൻ പ്രദീപ് എന്നെ പറഞ്ഞു നാളെ ചേട്ടൻ വരുന്നുണ്ട്, 2 ദിവസം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ അവിടെ ചെന്നു. ഞാൻ ഇദ്ദേഹം ഇരിക്കുമ്പോൾ കസേരയിരിക്കും, അവരുണ്ടൊരു വർത്തമാനം പറയും. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണി വരെ ഇരിക്കും. ഊണ് കഴിഞ്ഞ സമയം ഞാൻ വീട്ടിൽ പോകും. ഞാൻ ഇറങ്ങുമ്പോൾ ഇയാൾ എന്തൊരു ബോറിനാണ്, രാവിലെ മുതൽ വളർന്ന് എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക, എന്ത് വൃത്തിയുടെ ആൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രദീപിൻ്റെ ചൂടാവും. എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ 2 പ്രാവശ്യം 3 പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്നപ്പോഴെല്ലാം ഇത് ആവർത്തിച്ചു. അദ്ദേഹം ചീത്ത പറഞ്ഞു, ഞാൻ പോയി. എൻ്റെ അടുത്ത് കൂടെ പറഞ്ഞിട്ടില്ല പ്രദീപിൻ്റെ കൂടെ. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല പ്രദീപ് പറഞ്ഞു ഇങ്ങനെ ഒരു കല്ലമ്പലത്തൊരു ഗാനമേളയുണ്ട്, മാഷോടെ ഒന്ന് പോകുമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത്. അപ്പം നമുക്കൊരു അവസരം വീണ് കിട്ടിയതാണ്. അങ്ങനെ 2 പേരും കൂടെ പോയി, കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇരുന്നു, പാട്ടുകളൊക്കെ സംസാരിച്ചു. അപ്പോൾ പാട്ടുകൾ സംസാരിച്ചപ്പോൾ ആൾ വാചാലനായി. അങ്ങ് എത്തിയപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളായി. ഒരു യാത്രയിൽ എങ്ങനെ സ്വന്തം ആളായി. ആ ഗാനമേളയ്ക്ക് പൈസ എല്ലാം കളക്ട് ഞാനാണ്. എന്നിട്ട് അവർ ഓരോരുത്തർക്ക് പൈസയൊക്കെ വീതിച്ചു കൊടുത്തൊക്കെ ഞാനാണ്. അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ഒരു ചെറിയ വീട് വാങ്ങി 97. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന് ചോദിച്ചപ്പോൾ ശരി എന്ന് പറഞ്ഞ് വന്നു. 6 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രാത്രി 3 മണി വരെ പാടിയും പറഞ്ഞു. പിന്നെ ആ വീട്ടിൽ ഇറങ്ങിയിട്ടില്ല. ഞാൻ കേട്ടത് ഇപ്പോഴും തിരുവനന്തപുരത്ത് വന്നാൽ ഈ കമ്പനിക്കാരന് എത്ര വലിയ സ്റ്റാർ ഹോട്ടൽ കൊടുക്കാന്ന് പറഞ്ഞാലും. എന്നിട്ട് ഈ 6 പോകുമ്പോൾ പറഞ്ഞു, മനോഹര നമ്മൾ തമ്മിൽ എന്തോ ഒരു മുജ്ജൻപ ബന്ധമുണ്ട്, നമ്മൾ വളരെ മുൻപേ പരിചയപ്പെടേണ്ടതായിരുന്നു. ശരിക്കും മനോരഞ്ജൻ എന്താ ജോലി ചെയ്യുന്നത്? എന്താണ്? ഞാൻ ബേസിക്കലി ഒരു KSRTCയുടെ എംപ്ലോയി ആയിരുന്നു ഒരു കാലം. 71 മുതൽ 84 അവിടുത്തെ കമ്പ്യൂട്ടർ ഡിവിഷൻ്റെ ആളായി. 2002 ടിക്കറ്റ് മെഷീൻ ഉണ്ടാക്കി. അവിടുന്ന് 2004 ടെക്നോ പാർക്കിൽ പോയി അവിടെ നിന്ന് രാജിവെച്ചിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ കൊച്ചു പാട്ടുപുസ്തകമില്ലേ, അതില് പാട്ട് എഴുതി കൊടുക്കുന്ന ഞാനാണ് പഠിക്കുന്നത്. നമ്മൾ കാണുന്ന പി ജയചന്ദ്രൻ ഗായകന്റെ എല്ലാ കൊച്ച് കയ്യിൽ പിടിക്കുന്ന പാട്ട് ബുക്കുകളിലും പാട്ട് എഴുതി കൊടുക്കുന്ന ആളാണ് കേട്ടോ. ഈ കൈപ്പടയിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണട വേണ്ടെന്നാ പറയുന്നത്. ഈ പറഞ്ഞ പ്രദീപിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. പ്രദീപിന്റെ വീട്ടിൽ ഞാൻ പോയപ്പോഴത്തേക്ക് ജയേട്ടൻ വീട്ടിൽ കിടന്നുറങ്ങുന്ന അതേപോലെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറക്കം വരുന്ന വീട് 2 വീടാണ്. ഒന്ന് പ്രദീപും മനോഹരന്റെ വീടും. 2 വീട്ടിൽ ചെന്ന് ഉറക്കം വരും. അതായത് അവിടെ മാത്രമേ ശാന്തമായ ഒരു സുരക്ഷിത ബോധം അദ്ദേഹത്തിനുള്ളൂ. ഇവർ 2 പേരും ജീവനായിരുന്നു അദ്ദേഹത്തിന്റെ. ഏതോ കൂടപ്പുറപ്പ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും മനോഹര. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണൊന്നുമില്ല, സാധാരണ നോക്കിയ ഫോണേ ഉള്ളൂ. SMS നോക്കാൻ പോലും അറിയില്ല. ഫോൺ എടുക്കും, ഫോൺ വയ്ക്കും, അത്രേ ഉള്ളൂ. അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് ഞാൻ SMS നോക്കിയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് വീണ്ടും കൊടുക്കുക. ഇന്ത്യൻ ഭാവഗായകൻ എന്ന് പറയുന്ന പി ജയചന്ദ്രൻ ചേട്ടന് വാട്സാപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, സ്മാർട്ട് ഫോണില്ല. പക്ഷേ ഈ കൊറോണ വന്ന സമയത്ത് ഈ ഓക്സിജൻ നോക്കാനും ടെമ്പറേച്ചർ നോക്കാനും പഠിച്ചു. അപ്പോൾ എന്നെ കൂടെ മനോരമ 36.7 ഉണ്ട്, ഇത് പനിയാണോ? ഞാൻ പറയാം ഇത് പനിയല്ല മാഷെ, 38 ആവണം, 38 പനിയാവുള്ളൂ. പിന്നെ ഒരു കുറച്ച് ഞാൻ പറയും ഒരു 37.5 വരെയായി, ചെറിയ ചൂടില്ലേ? ഞാൻ പറയാം അത് കുഴപ്പമില്ല, ശരി. ചില ദിവസം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ പറയും ഇന്ന് ശരിക്കും ഉറക്കം കിട്ടത്തോണ്ട് രാത്രി ഒന്ന് വിളിച്ചോട്ടെ. ഞാൻ പറയും വിളിക്കാം. അപ്പോൾ ചിലപ്പോൾ 2 മണിക്ക് വിളിക്കും, രാത്രി 2 മണി വിളിച്ചിട്ട് ഒരു അരമണിക്ക് വർത്താനം പറഞ്ഞാൽ ഇന്ന് മനോഹര ഉറങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ ഒരു അതാണ് ആ ഒരു രീതിയാണ്. പാട്ടിൽ ഏകാന്ത പഥികനാണ് പാട്ടുകാരൻ എന്നുള്ള രീതിയിലെങ്കിലും ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളായിരുന്നില്ല. എപ്പോഴും ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവസാനമായിട്ട് ചേട്ടനോട്ട് ഞാൻ കണ്ടത് ഇവിടെ ഹോട്ടൽ റൂമിൽ മാരിയറ്റിൽ അദ്ദേഹം ഒരു പരിപാടിക്കായിട്ട് വന്നതാണ്. എന്നെ വിളിച്ചു, എവിടെയുണ്ട്, ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്നു. അദ്ദേഹമായിട്ട് കുറേ സമയം ഇതുപോലെ കട്ടിലിൽ കിടന്ന് കുറേ പാട്ടുകൾ പാടി. അപ്പം ഞാനിത് റെക്കോർഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചെയ്തോളൂ. എന്നിട്ട് കുറേ റഫി സാബിന്റെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് 2000 മുമ്പ് പിറന്ന പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും. ആ കാലഘട്ടം, അതായത് 80 മുമ്പുള്ള കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങൾ പറയുമ്പോൾ കണ്ണു നിറയും, കോരിത്തിരിക്കും. അവിടെയാണ് അദ്ദേഹം ജീവിക്കുന്നത്.